ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1577. ഇന്ന് ഏപ്രിൽ മാസം 25-ാം തീയതി 116-ാമത്തെ ദിവസത്തിലെത്തി. ഫിലിപ്പോസ് എന്തായാലും തിരുത്തിയിട്ടുണ്ട്. അത് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14-ാം അധ്യായത്തില് അത്തരമൊരു സാഹചര്യത്തിലേക്കും സമ്മർദ്ദത്തിലേക്കും ഫിലിപ്പോസിനെ യേശു എത്തിക്കുന്നുണ്ട്. ഇക്കാലമത്രയും കൂടെയുള്ള യേശുവിനെ എങ്ങനെയൊക്കെയോ അറിയാതെ പോയ ഫിലിപ്പോസ് പിന്നീടത് തിരുത്തി അറിഞ്ഞു തുടങ്ങുന്നുണ്ട്. എന്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തില് അത്തരം ചില മാറ്റങ്ങൾ വരട്ടെ. നമ്മൾ പതിയെ യേശുവിനെ അറിഞ്ഞു തുടങ്ങുന്നു. യഥാർത്ഥ യേശു അനുയായികളായി നമ്മൾ മാറുന്നു. യേശുവിനെ അനുഗമിക്കുവാനായിട്ട് ആഗ്രഹിക്കുക മാത്രമല്ല, അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. അങ്ങനെ യേശുവിനെ അറിയുന്നവരും യേശുവിന്റെ ശിഷ്യന്മാരും ഭക്തന്മാരുമൊക്കെയായി നമ്മൾ രൂപാന്തരപ്പെടുന്നു. അവിടെയാണ് അടുത്തൊരു അപകടം പിടിച്ച ഉള്ളുപൊള്ളിക്കുന്ന ഒരു ചോദ്യം ഉയരുന്നത്, അല്ലെങ്കിൽ സ്വയം ഉയർത്തേണ്ടത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും യേശുവിന് എന്നെ അറിയാമോ? അതൊരു വല്ലാത്ത ചോദ്യമാണ്. യേശുവിന് എന്നെ ഏതെങ്കിലും വിധത്തിൽ പരിചയമുണ്ടോ? കണ്ടാല് പിടുത്തം കിട്ടുമോ? തീർച്ചയായിട്ടും പിടുത്തം കിട്ടണമല്ലോ. എന്റെ ജീവിതം തന്നെ അവന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണെന്നാണ് എല്ലാവരും അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ വിളിച്ചു പറയുന്നത്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായത്തില് അതിന്റെ 21 മുതലുള്ള തിരുവചനം ഒന്ന് കാര്യമായി വായിക്കേണ്ടതാണ്. യേശുവിനെ നന്നായി അറിയുന്ന കുറെ ആളുകളുടെ ഒരു കൂട്ടത്തെ കാണാനായിട്ട് പറ്റും. അവർ വേറെ എവിടെയല്ല, യേശുവിന്റെ സന്നിധിയിൽ തന്നെയാണ്. അങ്ങനെ യേശുവിനെ അറിയുന്ന, യേശുവിനു വേണ്ടി ഏറെ പ്രവർത്തിക്കുന്ന, യേശു ഭൂമിയിൽ ചെയ്തു വന്ന ശുശ്രൂഷകളുടെ തുടർച്ച ഇവിടെ തന്നെ നിർവഹിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളെ മത്തായി ശ്ലീഹ നമുക്ക് മുമ്പിൽ വരച്ചിടുന്നുണ്ട്. അത് ഒരാൾക്കൂട്ടം മാത്രമല്ല, അവർ യേശുവിന്റെ ഒപ്പമാണ്. അവർ യേശുവിനോട് മിണ്ടുന്നതായിട്ടാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ യേശുവിനെ അറിയുന്ന ആ ആളുകളുടെ കൂട്ടത്തില് പറ്റിയാല്, സാധിക്കുമെങ്കിൽ അവനവനെ കൂടി ഒന്ന് പ്രതിഷ്ഠിക്കാം. യേശുവിന് മുമ്പിൽ വന്നുകൂടിയ, യേശുവിനെ നന്നായിട്ട് അറിയുന്ന ആ കൂട്ടത്തില് ഞാനുമുണ്ടെന്ന്. അവർ പറയുന്നതൊക്കെ ഞാനും കൂടി പറയുന്നതായിട്ട് ഒന്ന് സങ്കല്പിക്കാവുന്നതാണ്. അത്തരം ചില അനുമാനങ്ങളുടെയും ഭാവനയുടെയും ഒക്കെ ഒടുവില് എന്നെ നിങ്ങളെയുമൊക്കെ ഒരു പ്രകാശത്തിന്റെ, അറിവിന്റെ ചില നൊമ്പരങ്ങളിലേക്കും സാധ്യതകളിലേക്കും ആശ്വാസങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോകും. ആമേൻ.